ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ്. നമുക്ക് റാങ്ക് പുഷ് ചെയ്യണം, ഇത് ഹീറോയെ അടിക്കേണ്ടതാണ്. അപ്പം നേരെ സ്റ്റാർട്ടിലേക്ക് പോകാനാണ്. ഇതിലിപ്പോൾ കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇതിൽ ബൂയി അടിക്കലാണ് നമ്മളെ മെയിനൊക്കെ. നമ്മൾ ഫസ്റ്റ് തന്നെ തോക്കെല്ലാം അപ്പോൾ നമ്മൾ തോക്കെല്ലാം കയ്യിൽ വെച്ച് ഈ നമ്മളിപ്പോൾ ഒരു മിനിമം 2 കില്ല് ഈ ലേസ് അടിക്കാൻ പറ്റുമോ നമുക്ക് ശ്രമിച്ച് നോക്കാം. ലേസ് അടിച്ച നല്ല റാങ്ക് പുഷ് ചെയ്യും പോവാ. ലേസ് അടിക്കാൻ പറ്റുമോ നോക്കാം. ശ്രമിച്ചാൽ എല്ലാം വിജയമാണല്ലോ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒളിച്ച് വെക്കാം. അവിടെ ഒരു നമ്മളെ ടീമേറ്റ് ഒരു നോക്കിയിട്ടിരിക്കുന്നു. അപ്പോൾ ഈസ് അടിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു എനിമിയുണ്ട്. അയ്യ പുല്ല് പോകുന്നുണ്ടോ? അവനെ നമ്മൾ കുത്തിപ്പിടിച്ച് നോക്കിട്ടിരിക്കുന്നു. അവനെ അങ്ങോട്ട് കൊടുത്ത് ഇനിയിപ്പോൾ മേലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവനെ തീർക്കാൻ പോകണമെന്ന് നമ്മൾ സൂക്ഷിച്ച് പോകണം. ഇവിടെ എല്ലാം ഒളിച്ച് നിൽക്കുന്നുണ്ടാവും ചിലപ്പോൾ. ഇവിടെ ഇല്ല. ഇതവിടെ താഴെ ഉണ്ട് അടുത്ത്. അവനെ നമ്മൾ കുത്തിപ്പിടിച്ച് നമ്മൾ നോക്കിട്ടിരിക്കുന്നു. പക്ഷെ അവനെ അങ്ങോട്ട് തീർത്ത് നമ്മൾ തീർത്താൽ നമ്മളടുത്ത് അടുത്ത ആളെ കപ്പ് തീർക്കുമ്പോൾ അപ്പോൾ നമ്മൾ ടീമേറ്റ് എടുത്ത് ലാസ്റ്റ് നമ്മൾ കുറച്ച് മോഡൽ ഇട്ട് ആക്കി അടുത്ത കളിയിലേക്ക് നമ്മളെത്തി. റൗണ്ട് 2 ആണ്. ഇതിൽ നമുക്ക് ഈസെങ്കിലും അടിക്കാൻ പറ്റുമോ നോക്കണം. എല്ലാ പടം പോലെ കൊണ്ടുവന്നല്ലോ. ഓലോടി നമുക്ക് പറഞ്ഞു നോക്കാം. ഐസ് അടിക്കാൻ ഞാൻ ഐസ് അടിക്കട്ടെ എന്നല്ല പറഞ്ഞു നോക്കാം. കളി തുടങ്ങാൻ ഈ ടീമേറ്റ് സെറ്റ് പ്ലെയറാന്ന് തോന്നുന്നു. ഹീറോയൊക്കെ അടിച്ചിട്ടുണ്ട് ടീമേറ്റ്. അപ്പോൾ നമ്മൾ കളിയിലേക്ക് പോകണമാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എത്തി. അപ്പോൾ അവിടെ എനിമിയുണ്ട്. കണ്ടിക്കാ പോയാണ്ടി നിങ്ങൾ അവിടെ നമ്മൾ അവിടെ ഇതിട്ട് അത് നല്ല ഡാമേജ് ആയിരിക്കും. അടിച്ച് പിന്നെ നമ്മള് ടീമേറ്റ് നമ്മളെ റിവൈവ് ആക്കുന്നത്. ആയിട്ട് മെതിക്കിട്ട് അടിക്കുമ്പോൾ അപ്പാടം കടിച്ചു. ഞാൻ നോക്കുന്നുണ്ട് ബേക്കിന്ന് അടിക്കുന്നത്. അതെങ്ങനെ അവനെ അടിച്ച് ഹേക്കറടേ. ഈ കളി നമുക്ക് പോയി അടിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയം. ഒരാളും കൂടി ഉള്ളൂ. ഓന് നമ്മളെ വിളിച്ചിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. ഓനെടുക്കുക കളി. ചിലപ്പോൾ ഈ റൗണ്ട് ഓല് കൊണ്ടുപോയിരിക്കും. നമ്മൾ കത്തിട്ടുണ്ട്. അടുത്ത റൗണ്ട് എത്തി. അതിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു. അടുത്ത റൗണ്ടാണ്. അതിൽ നമ്മളെ ടീമേറ്റ് ഏത് കളിയാന്നോ സെറ്റ് കളി കളിച്ചിട്ടാണ് ജയിച്ചത്. ഇനി അടുത്ത കളിയാണ് നമ്മൾ എടുക്കുന്നത്. ചെറിയ ലാഗ് ഉണ്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. ഇപ്പം നിങ്ങളെല്ലാം സബ് അടിക്കാനുള്ള സബ് അടിക്ക്, ബെല്ലൈക്കൻ അടിക്ക്, ലൈക്കെല്ലാം ഇട്. നമ്മളങ്ങോട്ട് ഇതിട്ടിരിക്കുന്നു. അവിടെ ഒരു എനിമിയുണ്ട്. നമ്മളെ 1-ാം നമ്പർ ഒരു കില്ലെടുത്തിരിക്കുന്നു. ജസ്റ്റ് ഇതിക്ക് കൊള്ളി വരും. അവനതാ അവനെ നമ്മൾ കുത്തിപ്പിടിച്ച് നോക്കിട്ടിരിക്കുന്നു. നമ്മൾ അവനെ അങ്ങ് തീർത്താഞ്ഞ് നമ്മൾ ഇതിൻ്റെ ബേക്കിലുണ്ട്. നമ്മളെ ടീമേറ്റ് നോക്കായിരിക്കും. അവനെ അങ്ങ് രക്ഷിക്കാം. അവനെ നമ്മളങ്ങ് റിവൈവ് ചെയ്യുന്നു. അവനെ നമ്മൾ റിവൈവ് ചെയ്ത് നമ്മൾ അടുത്ത എനിമീനെ നോക്കാൻ പോകുന്നു. അന്നേരം നമ്മൾ ഇതിൽ ജയിച്ചിരിക്കുന്നു. നമ്മളെ ടീമേറ്റ് ഏതാക്കി ഈ നമ്മളെത്തി. ഞാൻ കുറച്ച് മോഡലിട്ട് നമ്മൾ AW കളിച്ചു നോക്കാൻ വിചാരിച്ചു. അപ്പുറത്തെ ടീം എന്തായാലും ന്യൂബല്ല ഒന്ന് കളിച്ചു നോക്കാൻ വിചാരിച്ചു. അവിടെ ജയിച്ചാലോ. ഒരു റൗണ്ട് കൂടെ എടുത്താൽ നമ്മൾ ജയിച്ച് ബൂയി അടിച്ച് നമ്മളെ ടീമേറ്റുള്ള ഫുള്ളും എത്തിപ്പിടിയാൻ തോന്നുന്നു. എല്ലായിടത്തും മേഖലെടുത്ത് കളിക്കുന്നുണ്ട്. കളി തുടങ്ങിയിരിക്കും. നമ്മൾ മുന്നിൽ കൂടി പോയാൽ മീനെല്ലാം വേഗം കിട്ടും. കില്ലെടുക്കുമ്പോൾ കേസ് അടിക്കാൻ പറ്റുമോ നോക്കിയിൽ
സാധനം ഇട്ടിട്ടുണ്ട്. ഇവിടെ എനിമീനെ കാണില്ല. ഇവിടെ ടീമേറ്റ് അങ്ങോട്ട് ബോംബെല്ലാം ഇട്ടിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ ശരിയല്ല, ഫുൾ ടീമുണ്ട്. അയ്യോ ഞാൻ വീണ് കയറി നമ്മൾ വീണെടുത്ത്. അവിടെ എനിമീൻ്റെ വയസ്സ് അവർ നമ്മളെ എങ്ങനെയെങ്കിലും അവനെ തീർക്കണം. പുല്ലിൻ്റെ അവനെ നമ്മൾ ഈ റൗണ്ട് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊരു ടീമേറ്റ് ചത്ത് നമ്മൾ അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. നമ്മൾ അടുത്ത ആളെ തീർക്കാൻ പോവാണ്. ഒരു കില്ലെടുത്തിരിക്കുന്നു. നമ്മൾ 4-ാം നമ്പർ നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി 3-ാം നമ്പർ 4-ാം നമ്പർ നോക്കിയിട്ട് കില്ലെടുത്ത്. ആടെ ഉണ്ട് അയ്യ കാറിൻ്റെ അടുത്ത് ഓരോ എനിമീണ്ട്. ഓൻ കുറച്ച് പ്ലെയറാന്ന് തോന്നുന്നു. കളി നമ്മൾ അങ്ങോട്ട് അടിച്ചാൽ ഞാൻ ഈ റിവൈവ് ആയെന്ന് വിചാരിച്ചു. ഓനിട്ട് അപ്പോഴാണ് ഓനെ അടിച്ച് ഒന്ന് ഞാൻ ചത്ത്. നേരാ ആ കളി ഓലെടുത്ത് ഗൈസ്. അവര് റിവെഞ്ച് എടുക്കാൻ തോന്നുന്നു. ഞാൻ ഇമോഡ് ഇട്ടുകൊണ്ടായിരിക്കും അവര് റിവെഞ്ച് എടുക്കുന്നത്. ഇനിയിപ്പം നോക്കണം എങ്ങനെ അടിക്കാൻ പറ്റുമോ. AWM നമ്മൾ എടുത്ത് കളിക്കൂ. നമുക്ക് സ്കോപ്പ് ചെയ്ത് അടിക്കാൻ പറ്റും. നമുക്ക് എൻ്റെ ഐഡിയും ആണെങ്കിൽ ആരെങ്കിലും എന്താ പറയുക സബ് ചെയ്ത് കമൻറ്റ് ഇട്ടവർക്ക് 200 ഡയമണ്ട് ഞാൻ കൊടുക്കുന്നതാണ്. എല്ലാവരും എല്ലാവരും സബ് ചെയ്തോളൂ. വേഗം ലൈക്ക് ചെയ്യൂ, ലൈക്ക് അടിക്കൂ. നേരം നമ്മൾ ഇവിടെ ഒളിച്ചിട്ട് അടിക്കാമെന്ന് വിചാരിച്ചാൽ നേരം 4-ാം നമ്പർ അങ്ങോട്ട് നോക്കി. നമ്മൾ അങ്ങോട്ട് പോയ സാധനം കിട്ടി. 4-ാം നമ്പർ നോക്കായി. 4-ാം നമ്പർ നമ്മൾ കൊടുത്ത് നേരം ഒരു എനിമി അങ്ങോട്ട് ഓടിപ്പോന്ന് ഞാൻ കണ്ടി. അത് നമ്മൾ സ്കോപ്പ് ചെയ്ത് അടിക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് 2 എനിമി അന്ന് 150 കൊടുത്ത് അപ്പം അടിയാൻ ചത്ത്. ഈ കളി ഓരോ എടുക്കാൻ തോന്നുന്നു. ഇവൻ ന്യൂബ ഗായ്സ്. ഇവൻ വല്ലാത്ത ന്യൂബ. അവന് കളിങ്ങൾ കാണണം. അവൻ കണ്ടിക്കാ എല്ലാവരും നോക്കാം. ഇവൻ മാത്രമോ ഇവനും വേറൊരുത്തൻ മാത്രം 1-ാം നമ്പർ 1-ാം നമ്പർ കണ്ടിക്ക. അവൻ ന്യൂബ് കളിക്കുന്നത് കണ്ടിക്ക. സോണിൽ പെട്ടിട്ട് ആടുന്ന് തുള്ളി കളിക്കുന്നത് ഗായ്സ്. പക്ക ന്യൂബ് ഇപ്പോൾ അയ്യോ കളി പോലെ എടുത്തിരിക്കുന്നു. നമുക്ക് ബോയി അടിക്കാൻ പറ്റുമോ നോക്കാം. അവരടിക്കും തോന്നുന്നു. റിവെഞ്ചാന്ന് തോന്നുന്നു. അവര് റൗണ്ട് 6-ലേക്ക് നമ്മൾ എത്തിയിരുന്നു. ഇമോഡ് ഉണ്ടായിരുന്നു. അവർക്ക് എന്തോ ഈഗോ അടിച്ചെന്ന് തോന്നുന്നു. ഈഗോ കയറിയിട്ടുണ്ടാവും. അതാന്ന് തോന്നുന്നു. നമ്മൾ ഒരു റൗണ്ട് എടുത്തിട്ട് നമ്മൾ ജയിച്ചെന്ന് അറിയാം. 2 റൗണ്ട് എത്തി. നമുക്ക് കളിച്ചോക്കാം. കളിയെങ്കിലും എടുക്കണം. നമുക്ക് പറ്റുമോ നോക്കാം. എടുക്കാൻ പറ്റുമോ നോക്കാം. കളിയോടെ എനിക്ക് ഇങ്ങോട്ട് പോയാൽ ശരിയില്ല. ആടെ നമുക്ക് ഒരു സാധനം ആടെ ഇടാം. അവിടെ ഒന്ന് വലിച്ചങ്ങിടാം. അന്നേരം ആടെ നമ്മളെ 2-ാം നമ്പർ നോക്കാതിരിക്കുന്നു. അവനെ നമ്മൾ രക്ഷിക്കാനുണ്ട്. പക്ഷെ അങ്ങോട്ട് പോയാൽ എനിമി ഒന്ന് അടിക്കും. അപ്പോൾ തന്നെ 63 ഡാമേജ് കൊടുത്തതാണ്. ഇപ്പോൾ മതി. ഇവിടെ 2 എനിമി ഗായ്സ്. 64 പോയി. ബാക്കി പോയി. നമ്മളെ 2-ാം നമ്പർ 1-ാം നമ്പറും പോയിരിക്കുന്നു ഗായ്സ്. ഗായ്സ് അടിച്ചിട്ട് 77 ഐഫോറിന്. അപ്പം നോക്കും ബേക്കിൽ ഒറ്റ വന്ന ഒറ്റരടി. ഇവനെ ലേർന്ന് വരുന്നത് ഗായ്സ്. പക്ഷെ എന്താ ഈ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവനെയും കൂടി ഉള്ളൂ. ഇവനെ എടുത്തിക്കേണ്ട ഇതായി. അവനെ മട്ടേ പിടിച്ച്. ഇനി ആള് റിവെഞ്ച് എടുക്കും. ഇക്കളി ആൾ എടുക്കണം. ഒരു റൗണ്ട് എടുത്താൽ ഓല് ജയിച്ച് അല്ലെങ്കിൽ ഞാൻ ജയിക്കും. ആരെങ്കിലും ഒരാൾ ജയിക്കും. നമ്മളിപ്പോൾ തോക്കെടുക്കണം. നമുക്കിതെടുത്ത് ഫുള്ളാക്കി മാക്സ് ആക്കി വെക്കാം. പിന്നെ ഒരു ജാക്കറ്റെല്ലാം എടുത്ത് വെച്ചിരിക്കും. ഈ കളി നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ശ്രമിച്ചാൽ വിജയം തന്നെ. എടുക്കാൻ പറ്റുമോ നോക്കാമല്ലോ. എനിക്ക് ചെറുതായി വൈഫൈ കട്ടുണ്ട്. ഇത് നിങ്ങളെന്നെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. റേഞ്ച് കുറവാണ്. നമ്മൾ ഇതിൻ്റെ മേലെ കയറിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ച്. ഇവൻ്റെ കൂടിയാണ് വന്ന് ഞാനിരുന്ന് ഉയർന്നോ ഒരുത്തം വന്ന് അടിച്ച്. ലാസ്റ്റ് 4-ാം നമ്പർ എനിക്ക് ഇത് മറ്റേ റിവൈവ് പോയിട്ട് വന്ന്
ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് ഇരുന്ന് അങ്ങോട്ട് പോയി ഒളിച്ചു അല്ലേ ആടെ നിന്നും കൂടി ഒലിക്കും പിന്നെ ചത്താ പോയി. ഈ നമുക്ക് റിവഞ്ച് എങ്ങനെയെങ്കിലും എടുക്കണം ഗൈസ്. എടുത്തിക്കില്ലേ അഭിമാന പ്രശ്നം. നമുക്ക് പുഷ് ചെയ്യേണ്ട റാങ്ക് പുഷ് ചെയ്യേണ്ട. ഇവിടെ കിടന്നടിക്കുക അല്ലേ ഇരുന്നാലോ ഹെഡെല്ലാം അടിച്ചത്. ഗൈസ് ഇവിടെ ഇട്ടുണ്ട് അവന് 18 അതിനെല്ലാം ഡാമേജ് കൊടുത്തിക്ക്. കുറച്ചും കൂടി അടി കിട്ടി അവൻ ചത്ത്. നമ്മളെ 4ാം നമ്പർ നോക്കായിരിക്കുന്നു. ആ 1ാം നമ്പർ നോക്കായി. 4ാം നമ്പർ 4ാം നമ്പർ നോക്കായ. ഒരുത്തന്നെ ഞാൻ കുത്തിപ്പിടിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ മേലെ ഉണ്ട് ഒരുത്തൻ മേലെ താഴെ സൈഡിൽ അതാ പോയി അതാ അതിൻ്റെ മേലെ ഉണ്ട് കണ്ടിക്കോ ഇവിടെ ആടെ ഉണ്ട് ഇവിടെ നിൽക്ക് കണ്ടിക്കോ നിങ്ങളെ വീടിൻ്റെ മേലെ ഡയറക്റ്റ് ഓനെ നമ്മൾ കുത്തിപ്പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്തേക്ക്. ഓനെ ബോംബ് ഞാൻ ഇതിൻ്റെ മേലെ കൂടി പോട്ടെ. ഇവിടെ ഒളിച്ച് ഓൻ തുള്ളി വരും അന്നേരം നമുക്ക് ഇവിടെ നിന്ന് ചാടി അടിക്കാം. നമുക്ക് ഓൻ തുള്ളുന്നൊന്നും ഇല്ലല്ലോ. ഓൻ എവിടെ നമുക്ക് ഈ സാധനം ഒന്ന് ഇട്ടോക്കാം. ഗൈസ് ഓൻ ആടെ ഉണ്ട് അതാ നമുക്ക് എടുക്കാൻ പറ്റുമോ ഓനാ? ഇക്കളി നമ്മൾ പോയി അടിക്കുന്നു ഒന്ന്. ഗൈസ് ബൂയ. അപ്പോൾ നമുക്ക് ഇനി റാങ്ക് പുഷ് ചെയ്യാം.